കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ അവളെ കണ്ടതാണ്, പോയി കണ്ടുപിടിക്കേ. ശരി മേഡം. അവരിപ്പൊ നാഗപുരത്തുണ്ടെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും ആയിട്ട് അവർക്ക് കോണ്ടാക്ട് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അതാരാണെന്ന് കണ്ടുപിടിച്ച് അവരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവരെ പറ്റി എല്ലാം അറിയാൻ പറ്റും. ശരി മേഡം, അന്വേഷിക്കാം. ട്രൈ ചെയ്യാം മാഡം. അറിയില്ല മാഡം, ഇനി ഇതുപോലെ എങ്ങാനും എന്നോട് പറയുകയാണെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നിങ്ങൾ എല്ലാരും കണ്ടിരിക്കും. ഞാൻ പറഞ്ഞ ജോലി വേഗം തുടങ്ങിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരി മേഡം. ഏയ് മേഡം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറിയാം മേഡം. യെസ്, ആ മന്ത്രവാദിനി എവിടെയാണുള്ളതെന്ന് അറിയാൻ കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞാൻ അവളെ എന്റെ കൈവെള്ളയിലാക്കും. എന്ത് പറ്റി അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്തെങ്കിലും അന്വേഷിച്ചോണ്ടിരിക്കുവാണോ? അയ്യോ, പാമ്പ് പാമ്പ് പാമ്പ്. ആരിലൊന്ന് വന്നേ. അതെ, അയ്യോ, അത് നമ്മുടെ കൗസല്യ. ഇദ്ദേഹം എന്നെ കണ്ട് പാമ്പ് പാമ്പെന്ന് വിളിച്ചോണ്ടിരിക്കുവാ. ഇദ്ദേഹത്തിന് എന്താ പറ്റിയെന്ന് അറിയില്ല. ഇത് കണ്ടോ, വെറുതെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഭ്രാന്തായ പോലെ സംസാരിച്ചോണ്ടിരിക്കുക. എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? പാമ്പ് നോക്ക്, പാമ്പ് 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 പാമ്പ്. ഓ അല്ല, എന്ത് പറ്റിയതാ? അയ്യോ, മതിയായി. നിങ്ങൾ എന്താ ഇങ്ങനെ? ഇത് നമ്മുടെ സെറീനയാണെന്നേ. ഇവിടെ പാമ്പൊന്നും ഇല്ല. എന്താ ഇവിടെ എല്ലാരും കൂടെ കൂടി നിൽക്കുന്നേ? എന്താ ഇത്? ഒന്നും മിണ്ടാതിരിക്കാൻ. അമ്മേ, ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, ഇന്നലെ തൊട്ട് ഇദ്ദേഹം പാമ്പ് പാമ്പെന്ന് പറഞ്ഞ് പേടിച്ചോണ്ടിരിക്കുക. നിങ്ങക്ക് എന്താ പറ്റിയത് അമ്മാവ? ഏതെങ്കിലും നാടകത്തിൽ അഭിനയിക്കാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണോ? ഇത്തിരി പോകുന്ന ഒരു ചെറുക്കൻ മുതിർന്നവരോട് ഒരു ബഹുമാനവും ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുന്നോ? വായടിച്ച് മിണ്ടാതിരിക്ക. എന്താ നിങ്ങളൊന്നും മിണ്ടാതിരിക്ക. അയ്യോ, നേരം വെളുത്തത് മുതല് ഓരോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി എന്തെങ്കിലും കണ്ട് പേടിച്ചതാണോ? ആ, ഇതൊന്ന് വെച്ചു കൊടുക്ക്, എല്ലാം ശരിയാവും. അമ്മേ, പൊട്ട് വീക്കമ്മേ. അയ്യോ, എന്താ ഇത്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, ഒരു കുഴപ്പമില്ല. എന്താ പറ്റിയത്? എനിക്കൊന്നും അറിയില്ല എന്താന്ന്. ഇന്നലെ പാതിരാത്രി മുതല് ഇതുപോലെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. സ്ത്രീകളെ കണ്ടാൽ ഉടനെ പാമ്പ് പാമ്പെന്നും പറഞ്ഞ് പേടിച്ച് ദൂരേക്ക് ഓടി പോവാ ചേട്ടാ. അതെയോ? എന്നെ കണ്ടിട്ട് പോലും ഭവാനി ഭവാനി എന്ന് പറഞ്ഞ് പേടിക്കാ ചെയ്യുന്നത്. ഇങ്ങനെ പോയ ഇദ്ദേഹത്തിന് ഭ്രാന്തായി പോവോന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട്. അതുകൊണ്ട് ഡോക്ടറെ വിളിച്ചോണ്ട് വരാൻ ഞാൻ രുദ്രനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. സ്ത്രീകളെ കണ്ട് പാമ്പ് പാമ്പെന്ന് വിളിക്കുന്ന ഇയാള് പാമ്പായ ഞാനൊരു സ്ത്രീയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന കാര്യം ഇയാൾ അറിഞ്ഞു കാണോ? അഥവാ
അഥവാ സത്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്നെ മാത്രം കണ്ട് ഭയപ്പെട്ടാ പോരെ, എല്ലാരും കണ്ട് പേടിക്കുന്ന എന്തിനാ? അപ്പോ ഞാൻ പാമ്പാണെന്നുള്ള കാര്യം അറിയില്ല. ഈ വീട്ടില് ഞാൻ അറിയാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എങ്കിൽ അതറിയണം. ഉറപ്പായിട്ട് അറിഞ്ഞേ പറ്റൂ. അവിടെയാണ്. വരൂ ഡോക്ടർ. ഇന്നലെ രാത്രി മുതൽ എങ്ങനെയാ ഡോക്ടർ? എന്താ സംഭവിച്ചെന്നറിയില്ല. വാ വാ ഇരിക്കെ, വാ ഇവിടെ ഇരിക്കെ. പണിക്കർ സാർ, പൾസൊക്കെ നോർമലാണ്, ബിപിയും കൺട്രോളിലാണ് സാർ. എപ്പോ തൊട്ടാണ് ഇദ്ദേഹം ഈ അവസ്ഥയിലായത്? ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ ഡോക്ടർ. രാത്രി എവിടെയെങ്കിലും പോയിരുന്നോ? പേടിപ്പിക്കുന്ന എന്തെങ്കിലും കണ്ടിരുന്നോ? പാമ്പ് പാമ്പ്. ഒന്നുമില്ല, ഇരിക്കെ. രാത്രിയിൽ എങ്ങോട്ടേക്കും പോകാനുള്ള സാധ്യതയില്ല ഡോക്ടർ. നമ്മുടെ നാട്ടിലിപ്പോ പൗർണമിയല്ലേ, ആരും തന്നെ പുറത്തിറങ്ങാൻ സാധ്യതയില്ല. രാത്രിയിൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല കുട്ടിയായിട്ട് വീട്ടിൽ ഇരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്റെ പൊന്നളിയാ. ഇതിനു മുമ്പ് അളിയൻ ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. എന്താ പറ്റിയത് അളിയാ? വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ വല്ലതും കണ്ട് ഷോക്കായതാവാൻ കാരണം. എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നോണ്ട് ടെൻഷൻ ആവുന്നതായിരിക്കാം. ഹി ഈസ് ഇൻ എ ഹാലൂസിനേഷൻ. ഈ ഓവർ ആങ്സൈറ്റി മാറാനായിട്ട് ഞാനൊരു മരുന്ന് തരാം, അത് കൊടുത്താൽ മതി. ഇത് കൊടുത്താൽ മതി, ശരിയായിക്കോളും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ സാർ? ശരി, ആയിക്കോട്ടെ. അളിയാ, ഒന്നുമില്ല, ഇവിടെ ഇരിക്കെ. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. ഞങ്ങളോട് പറയാൻ എന്തോ പേടിയുള്ള കാര്യമാണെന്ന് തോന്നുന്നല്ലോ. എന്തായാലും പറ വീരഭദ്ര. അമ്മാവൻ ഇത്രയും പേടിക്കണമെങ്കിൽ ഞാൻ കണ്ട അതേ സ്വപ്നം തന്നെ ആയിരിക്കും അമ്മാവനും കണ്ടത്. യെസ്, അർജുനെ കണ്ട ഇതിനൊരു സൊല്യൂഷൻ കിട്ടും. ഭവാനി എവിടെ പോവാടി? അതോ സ്വപ്നത്തെ കുറിച്ച് പറയാനായിട്ട് അർജുന്റെ അടുത്തേക്ക് പോവാ. ഏയ്, ശരിക്കും നീ സ്വപ്നം കണ്ടതാണോ അതോ അവനെ കാണാൻ വേണ്ടിട്ട് ഓരോ ന്യായം പറയുന്നതാണോ? ഒന്ന് മിണ്ടാതിരിക്കോ. അങ്ങനെയൊന്നുമില്ല. സത്യമായിട്ടും ആ സ്വപ്നത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഞാനീ പോകുന്നത്. ചെല്ല് ചെല്ല്. പാമ്പ്. അയ്യോ പാമ്പ്. ഞാനിപ്പോ അങ്ങോട്ട് വരാൻ വേണ്ടിയിരുന്നതാ. എന്തിന്? ഇപ്പഴാ ഒരു ഡോക്ടർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു വരുന്നത് കണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? എന്റെ അമ്മാവന് വെറുതെ ഭ്രാന്ത് പിടിച്ച പോലെ സംസാരിക്കാം. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വരുത്തിയ. ഭ്രാന്ത് പറയുന്നു പറഞ്ഞ? അതൊന്നും വലിയ ഇഷ്യൂ ഒന്നുമല്ല. വീട്ടുകാരൊക്കെ പേടിച്ചിട്ട് വെറുതെ ഡോക്ടറെ വിളിച്ചു വരുത്തിയതാ. അപ്പോ പിന്നെ ഇയാള് കാഷ്വലായിട്ട് സംസാരിക്കാൻ വന്നതായിരിക്കും. ഞാൻ നിന്നെ അങ്ങനെ വെറുതെ കാണാനായിട്ട് വന്നൊന്നുമല്ല.
രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയാ വന്നത്. സ്വപ്നോ? ഉം. രാത്രിയില് ഞാനും ഒരു സ്വപ്നം കണ്ടായിരുന്നു. ആ സ്വപ്നത്തെ പറ്റി ഞാനും ഇയാളോട് പറയാനിരിക്കുവായിരുന്നു. എന്തേ പറയുന്നേ? ഞാൻ കണ്ട സ്വപ്നം ഇയാളും കണ്ടെന്നാണോ? ദേ നോക്ക്, ഒരാൾ കണ്ട സ്വപ്നം വേറൊരാൾ കാണാൻ പാടില്ലെന്ന് നിയമമൊന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. ശരി, ഇയാൾ കണ്ട സ്വപ്നം എന്താന്ന് പറയേ. അത് ഞാൻ പിന്നെ പറയാം. ആദ്യം ഇയാൾ കണ്ട സ്വപ്നം എന്താന്ന് പറ. ഇല്ല, ആദ്യം ഇയാൾ കണ്ട പറയേ. ആദ്യം ഇയാൾ പറ. ഇന്നലെ അവിടെ വെച്ച് ഇയാൾ നല്ല രീതിയിൽ ആക്ട് ചെയ്ത് ഒരു സിനിമ കാണുന്നത് പോലെ നല്ലവണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് എന്നോട് പറഞ്ഞു തന്നില്ലേ? അതുപോലെ അത്ര ലൈവായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. സോ ആദ്യം ഇയാൾ തന്നെ പറഞ്ഞോ. എങ്ങനെ പറയണമെന്ന് ചിന്തിക്കുമായിരിക്കും അല്ലേ? ഇയാൾ ഇനി എങ്ങനെ പറഞ്ഞാലും അടിപൊളിയായിരിക്കും. പറഞ്ഞോളൂ, പറയൂ. അത് രാത്രി ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോയതുപോലെ തോന്നി. ഞാൻ അവിടേക്ക് ചെന്നപ്പോ തന്നെ അങ്ങനെയുള്ള ആ ദുഷ്ടശക്തിയുള്ള സ്ത്രീയെ ക്ഷേത്രത്തിലേക്ക് വിടാതെ അവരുടെ മന്ത്രവടിയൊക്കെ പിടിച്ചു വാങ്ങി ഞാൻ ഓടിച്ചു. നൈസ്. ഇതൊക്കെയാ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടത്. ഞാൻ കണ്ട ഈ സ്വപ്നത്തിന് എന്താ അർത്ഥം എന്നൊന്ന് പറയോ? അത് ഇയാൾ കണ്ട സ്വപ്നത്തില് ഞാനുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. അന്ന് ഇയാൾ കണ്ട ആ സ്വപ്നമില്ലേ, അതിൽ ഞാനുണ്ടായിരുന്നുകൊണ്ട് ഇയാൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. ഇതിപ്പോ ഞാൻ ഈ സ്വപ്നത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഇതേപ്പറ്റി ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരൂന്ന്? ഇതെന്ന് എങ്ങനെ പറയുന്നേ? നിങ്ങൾ എന്തോ ഡ്രീംസിനെ പറ്റി ഈ സെഗ്മെന്റ് ഓഫ് ഡ്രീംസ് എന്ന് പറയുന്ന ബുക്കുണ്ട്, അത് ഒരുപാട് വായിച്ചു പഠിച്ചതാണ്. തനിക്ക് സ്വപ്നത്തെ പറ്റി എല്ലാം അറിയാന്നൊക്കെ എന്നോട് പറഞ്ഞതല്ലേ? അതൊക്കെ ശരി തന്നെ. അങ്ങനെ എത്രയൊക്കെ ബുക്സ് വായിച്ചാലും എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ വരില്ലല്ലോ. ഒരുപാട് തവണ വായിച്ചിട്ടും ഒന്നും ഓർമ്മയില്ല അല്ലേ? നോ. ഇയാളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ദിവസവും ആഹാരം കഴിക്കാറുണ്ട്. ഒരു 10 ദിവസം മുമ്പ് ചോറിന്റെ കൂടെ എന്ത് കറി കൂട്ടി കഴിച്ചു എന്ന് ചോദിച്ചാൽ അയ്യൊക്കെ പറയാൻ പറ്റുമോ? ഇതും അതുപോലെയൊക്കെ തന്നെയാ. ലോജിക്കലി സംസാരിച്ച് എസ്കേപ്പ് ആവാൻ നോക്കുവാണോ? അയ്യോ, ഇയാളെന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചേ ഉള്ളൂ. ശരി, ഇയാള് കണ്ട സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. അത് പറയണമെന്നുണ്ട്, പക്ഷേ പറഞ്ഞ ചിലപ്പോ ഇയാൾ എന്നോട് ദേഷ്യപ്പെട്ടാലോ? അത്രയും മോശപ്പെട്ട സ്വപ്നമായിരുന്നോ? അയ്യോ, അങ്ങനെ മോശം സ്വപ്നമൊന്നുമല്ല, അത്ഭുതം. ഇറ്റ്സ് എ കളർഫുൾ, വണ്ടർഫുൾ, മെമ്മറബിൾ, സ്വീറ്റ് ഡ്രീംസ് ആയിരുന്നു. അത്ര നല്ല സ്വപ്നമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇയാളോട് ദേഷ്യപ്പെടുന്നേ? അതുപോലുള്ള സ്വപ്നം കേൾക്കുമ്പോ എനിക്ക് സന്തോഷാവല്ലേ ചെയ്യേണ്ടത്? താങ്ക് യു, താങ്ക്സ് കേട്ടോ, താങ്ക്സ് അലോട്ട്. ഇയാൾക്ക് അങ്ങനെ നാണക്കേടൊന്നുമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? ഇഷ്ടമുള്ള പോലെ പറയാന്ന് വെച്ചാ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാൻ പോകുന്ന സ്വപ്നമല്ല, കഥയല്ലേ? കഥയൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒരു ഫ്ലോയിൽ പറഞ്ഞേ ഉള്ളൂ. ശരി, പറയ്. അത് പിന്നെ ഞാൻ കണ്ട സ്വപ്നം എന്താണെന്ന് വെച്ചാലേ, പറയുക കുറച്ച് മാറി നിന്നാലോ? എന്തിന്? സ്വപ്നേ അവിടെ വെച്ച് ആരംഭിച്ചത്. ലൈവ് ആവുമ്പോ അത് കേൾക്കാനൊരു സുഖം ഉണ്ടായിരിക്കും. വരൂന്നേ, പ്ലീസ്.
വരൂ. ശരി പോ. വാ വാ വാ. ഇയാള് ഒന്ന് ഇവിടെ ഇരുന്നേ. ഇരിക്കേ ഇരിക്കേ. ഇരുന്നു. ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം തന്റെ മടിയില് ഞാൻ എന്റെ തല വെച്ചു. എന്താടോ ഇയാള് ഇത്ര സീരിയസ് ആയിട്ട് നോക്കുന്നേ? സ്വപ്നം, ഇറ്റ്സ് ജസ്റ്റ് എ ഡ്രീം. എന്നിട്ട് ഞാനിങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോ ഇയാള് സ്നേഹത്തോടെ എനിക്ക് മുന്തിരി തരുന്നുണ്ടായിരുന്നു. മുന്തിരിയായിട്ട് കഴിക്കുമ്പോ ഒന്നുകൂടെ താ. ഒന്നുകൂടെ തരാൻ. ഹലോ. എന്തിനാ? ഹലോ. എന്തു പറ്റി? സ്വപ്നലോകത്തിലായിപ്പോയോ? അങ്ങനൊന്നുമില്ല. നീ വളരെ സ്മാർട്ടാന്ന് എനിക്കറിയാം. പക്ഷെ നീ ഇവിടെ ഇത്രയും ഡ്രാമയൊക്കെ കാണിക്കുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അയ്യോ, ഡ്രാമയൊന്നുമല്ല, ഡ്രീം. എന്നോടിങ്ങനെ ആവശ്യമില്ലാത്ത ബിൽഡപ്പ് ഇട്ടൊന്നും പറയണ്ട. നിന്റെ ഇന്റൻഷൻ എന്താന്ന് മനസ്സിലാക്കാതിരിക്കാനായിട്ട് ഞാൻ വണ്ടിയൊന്നും അല്ല. ബി ഇൻ യുവർ ലിമിറ്റ്സ്. ഒരു മിനിറ്റ് നോക്ക്, ഇത് വലിയ കഷ്ടമാണ് കേട്ടോ. വാട്ട്? അതെ, തനിക്ക് ഒരു റൂളും എനിക്ക് മറ്റൊരു റൂളും ആണോ? പറ. എന്നുവെച്ചാ? അന്ന് ഇയാൾ കണ്ട സ്വപ്നത്തെ കുറിച്ച് എന്നോട് പറഞ്ഞില്ലേ? താനിങ്ങനെ വീഴാൻ പോയി, അന്ന് ഞാൻ ഇയാളെ ഇങ്ങനെ പിടിച്ചു നോക്കെ. ഇയാളുടെ അടുത്ത് ഒരുപാട് നേരം ഇരുന്നു എന്നും പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു എന്നൊക്കെ. ഇത് താൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളല്ലേ? അപ്പോ ഞാനും അതുപോലെയൊക്കെ കാണിക്കുന്നതില് എന്ത് തെറ്റാ ഉള്ളത്? പറ, ഇതെങ്ങനെ തെറ്റാവും? ഇയാള് കണ്ട സ്വപ്നം അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ഈ കണ്ട സ്വപ്നവും അതേ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ലല്ലോ. അങ്ങനെയാണോ? ഷട്ട് അപ്പ്. മുത്തശ്ശി. എന്താ മല്ലി? മുത്തശ്ശി, അത് എന്തായാലും സാരമില്ല, നീ പറ. മുത്തശ്ശി, എന്താന്ന് വെച്ചാ രാവിലെ ഭവാനി ഒരു സ്വപ്നം കണ്ട കാര്യം മുത്തശ്ശിയോട് പറഞ്ഞില്ലായിരുന്നോ? ഏതോ ഒരു മന്ത്രവാദിനിയുമായി എതിർത്ത് നിന്നു എന്നൊക്കെ.